ഒന്ന് ഓടി വാ സാറേ. എന്റെ ദൈവമേ, കാലേ മുഴുവൻ ആടിയാ. അങ്ങനെയുള്ള എന്നോട് ഓടി വരാൻ പറഞ്ഞ ഞാൻ എങ്ങനെ സാറേ, വരാൻ? നിങ്ങൾ എന്തിനാണ് ഈ പോലീസ് സ്റ്റേഷൻ തുറന്നു വെച്ചോണ്ടിരിക്കുന്നത്? തൊട്ടടുത്ത വീട്ടിൽ ഒരു കള്ളം കയറിട്ട് നിങ്ങൾ അറിഞ്ഞോ? ആഹാ, നീ പിന്നെ മോഷണമൊക്കെ തുടങ്ങിയല്ലേ? അപ്പൊ നിങ്ങൾ പരിചയക്കാരാണല്ലേ? പരിചയക്കാരൊന്നുമല്ല. പിന്നെ സുരേന്ദ്ര, ഇന്ന് ഒരു കാര്യവും നടക്കത്തില്ല. നമ്മുടെ SI പീതാംബരൻ സാറിന്റെ റിട്ടയർമെന്റാ. ഇന്ന് IG ഒക്കെ നമ്മുടെ വലിയ ഫംഗ്ഷൻ നടക്കുക. സാറേ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഒരു പൊതുജനത്തിന്റെ സുരക്ഷയാണോ അതോ റിട്ടയർമെന്റ് ആണോ സാറിന് വലുത്? റിട്ടയർമെന്റ് ആണ് വലുത്. അവിടെ എന്ത് ചിക്കൻ ബിരിയാണിയാ, ഇവിടെ കഞ്ഞി മുളക് ഇടിച്ചു അല്ലേ? ഞാൻ കൊണ്ട് പോലീസ് പരാതി കൊടുക്കും. നീ അങ്ങോട്ട് വരണ്ടേ പരാതി പറയാനായിട്ട്? ആ, അങ്ങനെ മയത്തിന് പറ. വിളിക്കേണ്ടത് ഞാൻ. നീ ഒന്നും മിണ്ടണ്ട, ഞാൻ സാറിനെ വിളിക്കാം. സാറേ, പീതാംബരൻ സാറേ, ഒന്നിങ്ങോട്ട് വന്നേ. സാറേ, ഞങ്ങള് കല്യാണത്തിന് കോട്ടയത്ത് പോയിട്ട് വന്നപ്പോ ഒരു കള്ള ഇതിനകത്ത് കയറിയിരിക്കും സാറേ. നീ എന്താണ് ഇതിനകത്ത് കയറിയിരിക്കുന്നത്? അബദ്ധം പറ്റിയ സാറേ. സാറിന് ഇവനറിയോ? പിന്നെ എനിക്കറിയാൻ പാടില്ലേ? കേരളത്തിൽ എത്ര കള്ളന്മാരുണ്ട്, അവന്മാരുടെ സ്വഭാവം എന്തൊക്കെയാണ്, അവന്മാർ എന്തൊക്കെ കഴിഞ്ഞാൽ എന്ത് കാണിച്ചിട്ട് മോഷണം കഴിഞ്ഞ് പുറത്തിറങ്ങും, ഇങ്ങനെയുള്ള എല്ലാ വിവരങ്ങളെ കുറിച്ചും വ്യക്തവും സ്പഷ്ടവുമായിട്ട് അറിയുന്ന കേരളത്തിലെ ഒരേ ഒരു SI ഉള്ളൂ. ആരാ അത്? പറഞ്ഞോ. ഈ ഞാനാണത്. ഇത് പറയാൻ വേണ്ടിയാണ് സാർ ഇത്രയും ചുറ്റി കെട്ടിയത്. അതെ അതെ അതെ. ഇവന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഇവന്റെ കാര്യത്തിൽ തീരുമാനം എടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം കേരളത്തില് എങ്ങനെയാണ് നീ ഇതിനകത്ത് കയറിയത്? അതല്ല, ഞാൻ എന്റെ ഒരു സ്ഥിരം ഒരു പാറ്റേൺ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഞാൻ ഈ തുരങ്കം സ്വന്തമായിട്ട് ഉണ്ടാക്കും. ആ തുരങ്കം ഉണ്ടാക്കിയിട്ട് അതിനകത്തൂടെ ചെന്ന് കയറി വെച്ചിട്ട് അതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും. അതാണ് എന്റെ പരിപാടി. അല്ല, നീ തുരങ്കം ഉണ്ടാക്കിയതിനകത്ത് കയറിയതിന് ശേഷം പിന്നെ നിനക്ക് ഡോറ് തുറന്നിട്ട് പിന്നെ അങ്ങ് പോകാൻ പാടില്ലായിരുന്നു. ആ, നടക്കത്തില്ല. അതെന്താ? ഞാൻ പറഞ്ഞില്ല, എനിക്ക് എന്റേതായിട്ടൊരു സിസ്റ്റം ഉണ്ട്. ഞാൻ ഉണ്ടാക്കി വഴിക്കാത്തോട് മാത്രമേ ഞാൻ കയറി സഞ്ചരിക്കുകയുള്ളൂ. അങ്ങനെ ഉണ്ട് എനിക്ക്. നേരെ വെക്കടാ. പൊന്ന് സാറ്, നിന്നോട് തീരുമാനം ഉണ്ടാക്കി ഞങ്ങൾക്ക് അകത്തോട്ട് കയറണ്ടേ? ഒരു കാര്യം ചെയ്തോളാം, നമുക്ക് ഡയറ്റ് കൊടുത്താലോ? സാറേ, ഇവനെ ആദ്യം സാറിന് ഇറക്കി നോക്ക്. ഇറക്കി നോക്കണം. ഒന്ന് വലിച്ച് പുറത്തോട്ട് ഇട്. അതുകൊണ്ടല്ലേ എന്റെ സാറ്, എനിക്ക് ഊരി വരാൻ കഴിവുണ്ടായിരുന്നുണ്ടെങ്കിൽ ഞാൻ നേരെ വിളിക്കാൻ സ്ഥലം വിടുവാനായിരുന്നു. കള്ള, ഞാനോ ചോദിക്കട്ടെ, നീ ഇതുവഴിയാണ് അകത്ത് കയറിയത്. നിനക്ക് ഇത് വലിച്ചു പൊട്ടിക്കാതെ മര്യാദക്ക് ഡോറ് വരെ ഇറങ്ങി സാറേ, ശരിയാ, ഞാൻ ഇതിനകത്തോടെ തന്നെ അകത്തോട്ട് കയറിപ്പോയത്. അവിടുന്ന് സാധനമൊക്കെ എടുത്തിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരാൻ വേണ്ടി നോക്കിയപ്പോ ഉണ്ടല്ലോ, അടുക്കള ചിക്കൻ കറിയുടെ മണം. അയ്യോ, ഞാൻ വെച്ച ചിക്കൻ കറി.